വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, ജീവിതത്തിൻ്റെ ഏടുകളിൽ ഒരു പകൽ കൂടെ നിൻ്റെ നാമത്തിൻ്റെ മുൻപിലും നിൻ്റെ സന്നിധിയിലുമായിരിക്കാൻ അവസരം നൽകിയതോർത്ത് നന്ദി, സ്തോത്രം. ദൈവമായ കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ജീവിതാനുഭവങ്ങളായി തിരിച്ചറിയുവാൻ നീ ഞങ്ങൾക്ക് നൽകുന്ന വിവേകത്തിനായും പരിജ്ഞാനത്തിനായിട്ടും നന്ദി, സ്തോത്രം. തരംഗം മിഷൻ ആക്ഷൻ സെൻ്ററിൽ നടക്കുന്ന ഈ ബുധനാഴ്ച കൂടിവരവ് എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കൊരനുഗ്രഹമായി മാറുന്നുവല്ലോ കർത്താവേ. എത്രയോ രോഗികൾക്ക് സൗഖ്യമായി മാറുന്ന കർത്താവേ, എത്രയോ നിരാശതയുള്ളവർക്ക് പ്രത്യാശയുടെ വലിയ വിളക്ക് കൊളുത്തി കൊടുക്കുന്ന കർത്താവേ, എത്രയോ സങ്കടങ്ങളിലും കണ്ണുനീരിലും കഴിയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനൊരു മാർഗമായി ഈ കുടിയവരവ് മാറ്റുന്നതോർത്ത് നന്ദി, സ്തോത്രം. കഷ്ടപ്പാടുകളിലും ബദ്ധപ്പാടുകളിലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ കഴിയാതെ, വരുമാനവും ചെലവും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുടെ കടബാധ്യതയുടെ നടുവിൽ ഇവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ തമ്പുരാനെ, നീ അവർക്ക് കൊടുത്ത നന്മകൾക്കായി സ്വർഗീയ ഭണ്ഡാരങ്ങൾ തുറന്ന് അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾക്കായിട്ടും 1000 സ്തോത്രം. ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നത് നഷ്ടമല്ല കർത്താവേ. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു പരാജയമോ പാഴ്വേലയോ അല്ല കർത്താവേ. അത് തിരിച്ചറിയുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വിവേകം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടക്കാർക്കായിട്ട് സ്തോത്രം. കൂടി വന്നിൻ്റെ മക്കൾക്കായിട്ട് സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുന്നവർക്കായിട്ട് നന്ദി. സംഗീതോപകരണം കൈകാര്യം ചെയ്യുന്ന പൈതലിനായിട്ടും സ്തോത്രം. ദൈവമായ കർത്താവ്, ഏതാനും നിമിഷങ്ങൾ നിന്റെ മുമ്പിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാളുകൾക്ക് ശേഷം തരംഗം മിഷൻ ആക്ഷൻ സെൻ്ററിൽ നടക്കുന്ന ഈ ബുധനാഴ്ച കൂടിവരവിൽ ഒരുമിച്ച് പങ്കുചേരുവാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു, ഈ സ്ഥലം പാഴും ശൂന്യമായി കിടന്ന ഒരു കാലഘട്ടം. ഇവിടെ ഒന്നുമില്ലായിരുന്നു. കുറച്ച് കാടും കുറേ ചതുപ്പും കുറേ മരങ്ങളുമൊക്കെയായി ഇങ്ങോട്ട് നടന്ന് കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ള തിരുമേനി വന്നതൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പ്രത്യേക ചെരുപ്പുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. അന്ന് തിരുമേനി ചോദിച്ചു, അച്ഛാ, ഞങ്ങളെല്ലാവരും നിൽപ്പുണ്ട്. അച്ഛന്മാരോട് ചോദിച്ചു, ഇത് വല്ലതും നടക്കുമോ, ഇവിടെ വല്ലതും നടക്കുമോ? ഞങ്ങൾ പറഞ്ഞു, തിരുമേനി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം തമ്പുരാൻ്റെ ഇഷ്ടം എന്താണോ അതിവിടെ നടക്കും. ഇന്ന് ഇതിൻ്റെ ഈ ഒരു വലിയ വളർച്ച കാണുമ്പോൾ ദൂരെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ അവസരമുണ്ട്. ഇതിനുവേണ്ടി അന്ന് പണം പിരിച്ചവരെ, കഷ്ടപ്പെട്ടവരെ, ബുദ്ധിമുട്ടിയവരെ, ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ അധ്വാനിച്ചവരെയൊക്കെ ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാകുന്നു. എന്നാൽ പല പുതിയ ആളുകൾക്കും ഇതെങ്ങനെ ഇത് വന്നു എന്നൊന്നും അറിയാൻ പാടില്ല. 10 പൈസ ഭദ്രാസനത്തിൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് 4.5 കോടി രൂപ കൊടുത്ത് ഈ സ്ഥലം വാങ്ങുവാൻ എന്നെ കൊണ്ട് ക്രമീകരണം ചെയ്യുന്നത്. അന്ന് ഞാൻ ഇടയാറന്മുള ഇടവകയുടെ വികാരിയാണ്. ആ സമയത്ത് ആ ഇടവകയിൽ നിന്ന് ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഈ വസ്തു വാങ്ങുന്നതിന് വേണ്ടി മാത്രം കളക്ട് ചെയ്തു. അങ്ങനെ ഈ ഭദ്രാസനത്തിൽ മിക്കവാറും എല്ലാ ഇടവകളും അവരുടെ പ്രാപ്തിക്കപ്പുറം സഹകരിച്ചു. ഈ ഇടവകയോട് ഭദ്രാസനത്തോട് ചേർന്നുള്ള വിദേശ ഇടവകൾ സഹകരിച്ചു. അനേക ആളുകൾ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന മറ്റ് പലതിനു വേണ്ടി മാറ്റിവെച്ചിരുന്ന പണമെല്ലാം ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവമുൻപാകെ ഇതൊരു വലിയ ഒരു പൂ വിരിയുന്നത് പോലെ എന്ത് മനോഹരമായ ശുശ്രൂഷകളുമായി ഈ സ്ഥാപനം വളർന്നു വന്നു. സക്കറിയാസ് തിരുമേനിയെ ഓർക്കാതിരിക്കാൻ ഒക്കുകയില്ല. തിരുമേനിയുടെ ദർശനം, അതിൻ്റെ ഒരു സ്ഥലത്ത് ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അത് ശാന്തിഗിരിയാണ്, എറണാകുളത്തുള്ളത്. മറ്റൊന്നിതാണ്, തിരുമേനി കൈ തൊട്ടതൊക്കെ അതിൻ്റേതായുള്ള 100, 60, 30 മേനി ഫലം വിളയിക്കുന്നതാണ്. വലിയ ദർശനമുള്ള ഒരു വലിയ തപോ വര്യനായിരുന്നു കാലം ചെയ്ത ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി. തിരുമേനിയുടെ കണ്ണുനീർത്തുള്ളികൾ വീണ ഒരു സ്ഥലമാണ് ഇവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുമേനിയെ മറക്കാൻ ഒക്കുകയില്ല. നേതൃത്വം കൊടുത്ത അന്നത്തെ ഭദ്രാസന സെക്രട്ടറി അച്ഛന്മാർ, ട്രഷറർമാർ, മറ്റ് ചുമതലക്കാർ, കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ഇതിനൊരുപോലെ അസംബ്ലി അംഗങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് സ്വപ്നതുല്യമായ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാകുന്നു. ഞാൻ ആ ഭാഗം അങ്ങോട്ട് വിടട്ടെ. എനിക്ക് അച്ഛൻ തന്നിരിക്കുന്നത് 60 മിനിറ്റാണ്.
60 മിനിറ്റ് ആകുമ്പോൾ നിർത്തിപ്പോയിക്കോണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ പോകാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു ഉണർവ് കൂട്ടായ്മയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഉണർവ് കൂട്ടായ്മ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, നിങ്ങൾക്കറിയാം. എല്ലാം ഞാൻ വിവരിക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ഉണർവ് എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? ഉണർവുണ്ടാകേണ്ടത് സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ നമ്മൾ നിലനിന്നുകൊണ്ട് വേണം നമുക്ക് ഉണർവുണ്ടാകാനായിട്ട്. ഒന്നുകൂടെ ഞാൻ ആ വാചകം പറയാം. സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ നിലനിന്നുകൊണ്ട് വേണം നമുക്കൊരു ഉണർവുണ്ട്. അവിടെയാണ് നമുക്ക് ഉണർവുണ്ടാകേണ്ടത്. അതല്ലാതെ ഇതെല്ലാം കാറ്റി പറത്തിക്കൊണ്ട് ഒരു ഉണർവിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. ധാരാളം ആളുകൾ അങ്ങനെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഒരുപാട് നേതൃത്വങ്ങൾ. ഞാൻ ആരുടെയും പേരിവിടെ, ഇത് ലൈവ് ടെലികാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പേരൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. എനിക്ക് വ്യക്തിപരം അറിയാവുന്ന 6 പേരെ എനിക്കറിയാം. ഭയങ്കരമായ കരിസ്മാറ്റിക് പരിപാടികളും ഉണർവ് യോഗങ്ങളും കൊണ്ട് കേരളവും ലോകവും മൊത്തം കിടുകിട വിറപ്പിച്ച ആളുണ്ട്. പക്ഷെ ഇന്ന് അവരുടെ കാലശേഷം അതിൻ്റെ ഒരു അംശം പോലും ഇന്ന് ഭൂമിയിലില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു വൈകാരികമായ അനുഭവത്തെ ഇളക്കി ആ വൈകാരികമായ അനുഭവത്തിന്മേൽ എന്തെങ്കിലും കെട്ടുപണിയുവാൻ ശ്രമിച്ചാൽ ആ വൈകാരിക അനുഭവത്തിന് ശമനം സംഭവിക്കുമ്പോൾ ആ കെട്ടുപണിയുന്നത് താഴെ വീഴുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ, വിശ്വാസ അടിസ്ഥാനങ്ങളിൽ നമ്മൾ ഊന്നി നിന്നുകൊണ്ട് വേണം നമുക്ക് ഉണർവുണ്ടാകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാന വിശ്വാസ പ്രമാണം? 8-9 എണ്ണം ഞാൻ പറയാം. 8-9 ഒത്തിരിയുണ്ട്, 8-9 എണ്ണം പറയാം. അടിസ്ഥാനപരമായി ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് കൃപയാലുള്ള രക്ഷയാണ്. സാൽവേഷൻ ത്രൂ ഗ്രേസ്, കൃപയാലുള്ള രക്ഷ. നമ്മൾ എന്തെങ്കിലും അധ്വാനം കൊണ്ടല്ല നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ വിമോചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്, ഞാനതെല്ലാം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു വാക്യം നിങ്ങളുടെ മുൻപിലേക്ക് പറയുന്നു, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് കൃപയാൽ ഉള്ള രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല. ചിലർ പറയും സ്നാനമേറ്റാൽ രക്ഷിക്കപ്പെടുമെന്ന്. ഇല്ല, ഒരു പ്രവൃത്തിയിലൂടെയും ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയില്ല. ഇവിടെ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. 2, അതിനോട് ചേർന്ന് മനസ്സിലാക്കുന്ന വേറൊന്നുണ്ട്. റോമാലേഖനം 5-1-2 വാക്യങ്ങൾ പറയുന്ന ഇപ്രകാരമാണ്: വിശ്വാസത്താലുള്ള ഒരു നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. നമ്മളെല്ലാവരും കുഴപ്പക്കാരായിരുന്നു, നമ്മളെല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് നഷ്ടപ്പെട്ടു, മരണത്തിന് യോഗ്യരായി തീർന്നു. മരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട് ജീവിച്ചിരുന്ന നമ്മളെ മരിക്കാതെ നമ്മുടെ ജീവിതത്തെ നീതീകരിച്ച ഒരു ദൈവമുണ്ട്. റോമലേഖനത്തിൽ വായിക്കാൻ ഞാൻ ഈ സമയം മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ളൊരു നീതീകരണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ പ്രാണനെ വെടിഞ്ഞുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ എനിക്കെന്തുണ്ട്? പറഞ്ഞേ, രക്ഷയുണ്ട്. അതിന് വലിയ ആക്ഷൻസ് ഒന്നും വേണ്ട, വലിയ ദാനധർമ്മങ്ങളൊന്നും വേണ്ട, വലിയ സാമൂഹ്യ സേവനങ്ങളൊന്നും വേണ്ട. നീ വിശ്വസിച്ചാൽ മാത്രം മതി. ഈ ക്രിസ്തു നിന്റെ രക്ഷകനാണെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആ വിശ്വസിച്ചാൽ നിന്റെ പാപങ്ങളിൽ നിനക്ക് എന്തുണ്ട്? ഒരു നീതീകരണമുണ്ട്. പിന്നെ നീ പാപിയല്ല. മൂന്നാമത്തെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒന്നാണ് മാമോദീസ. സഭയുടെ ഒരു അടിസ്ഥാന വിശ്വാസമാണ്. പാപമോചനത്തിനുള്ള മാമോദീസ 9 മാത്രം ആണോ? എനിക്ക് തെറ്റിപ്പോയി അല്ലേ? ചിലരുടെ മനസ്സിലിരിക്കുന്ന ധാരണ അതാണ്, സൗകര്യം പോലെ വെള്ളം കിട്ടുന്നിടത്തെല്ലാം മുങ്ങുക എന്നുള്ളതാണ്. അത് തെറ്റാണ്. വേദപുസ്തകം വിരുദ്ധമാണ്. മാമോദീസ ഒന്നേ ഉള്ളൂ, അത് വിശ്വാസ പ്രമാണമാണ്. പാപമോചനത്തിനുള്ള മാമോദീസ വിശ്വാസ പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതൊന്ന് മാത്രം. അതെല്ലാം നമ്മൾ ഏറ്റവരാണ്. അപ്പോൾ അതിനൊരുപാട് തിയോളജിക്കൽ ചർച്ചകളൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല.
എന്നാൽ ഒന്ന് ഞാൻ പറയുന്നത് മാമോദിസ, മൂന്നാമത് പറയുന്നത് മാമോദിസ. ഈ മാമോദിസ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു നോക്കണം. അവിടെ ഒരു 5-6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനാണ് പൗലോസ് പറയുന്നത്. ഒരു 5-6 അടിസ്ഥാനം കൂടെ പറയുന്നുണ്ട്. ആ 5-6 അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ, ആവർത്തിച്ച് പിന്നെയും ഇടാതെ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്കായിട്ട് മുൻപോട്ട് പോവുക. ഇപ്പോൾ മാമോദിസ 1, അതൊരു അടിസ്ഥാന വിശ്വാസമാണ്. 4, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെ വായിക്കാമെങ്കിൽ അത് മനോഹരമായിട്ട് അവിടെ വിവരിച്ചിട്ടുണ്ട് പൗലോസ്. 1 കൊരിന്ത്യർ 15-ന്റെ 14 മുതൽ 19 വരെ. അവിടെ പൗലോസ് പറയുന്നു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പോൾ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, വിശ്വാസം വ്യർത്ഥമാണ്. അപ്പോൾ ഈ വ്യർത്ഥമായ ചില കാര്യങ്ങൾ ചെയ്യാനല്ല വിശ്വാസ സമൂഹമായി നമ്മളെ വിളിച്ചിരിക്കുന്നത്, പിന്നെയോ അർത്ഥമുള്ളത് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നിങ്ങൾ ഒടുവിൽ പാടിയ പാട്ട് അതാണ്, യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. ഒരു കോയിൻസിഡൻസ് ആണ് ആ പാട്ട്. എനിക്കത് സന്തോഷിച്ച ഒരു ആത്മാവിൻ്റെ ഇടപെടലാണത്. വീണ്ടും വരുന്നത്, അതാ പറയാൻ പോകുന്ന ആ വിഷയം, അതിലേക്കാണ് വരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏത് ഉണർവുണ്ടായാലും എന്ത് കാര്യം? അവൻ എന്ത് ആത്മീകമായി തള്ളലുണ്ടായി 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് നിർത്താതെ പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം? ഇടയ്ക്കിടയ്ക്ക് കോട്ടുവ വരുന്ന പോലെ, ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരുന്ന പോലെ കുറേ സ്തോത്രം പറഞ്ഞാൽ എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. വ്യക്തമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന അടിസ്ഥാന വിശ്വാസത്തിൽ നമ്മൾ അടിത്തറപ്പെട്ടിരിക്കണം. അതിൽ വേണം നമുക്ക് ഉണർവുണ്ടാകുവാൻ. മറ്റൊന്നിലേക്ക് പോകട്ടെ. അത് 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പട്ടത്വം കൈവയ്പ്പാണ്. പട്ടത്വം കൈവയ്പ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമത്, അത് വിവരിക്കേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിലെ എഴുത്തുകാരെല്ലാം, പ്രത്യേകിച്ച് പൗലോസ് വളരെ ശക്തമായി പറയുന്നുണ്ട് സഭയിൽ മൂപ്പന്മാരെ, ഇടയന്മാരെ നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ച്. യേശുക്രിസ്തു തന്നെ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ വായിച്ച ഏവൻഗേലിയോൻ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന് 15 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ പാലിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ പെണ്ണാടുകളെ പാലിക്കുക. സഭയുടെ പാലനം, പരിപാലനം, ഇടയപരിപാലനം, പട്ടത്വം കൈവെപ്പ്. മുൻപോട്ട് പോകട്ടെ. 6, ഈ ഒരു സാധനം, സത്യവേദ പുസ്തകം. ഇതിൽ വിശ്വസിക്കാത്ത ഒരു ഉണർവല്ല. ഇതിൽ വിശ്വസിക്കാത്ത ഒരു ആത്മീകമായ ഒരു വെല്ലുവിളിയുമല്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഉണർവുണ്ടെങ്കിൽ അത് ഭൂലോക കള്ളത്തരമാണ്. അത് ഭൂലോക കള്ളത്തരവും വിഡ്ഢിത്തരവുമാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. നവീകരണം ഉണ്ടായിട്ടുള്ളത്, ഉണർവുണ്ടായിട്ടുള്ളത്, ചരിത്രം പഠിച്ചു നോക്കിയാൽ അവിടെ എല്ലാം കാണുന്നത് വേദപുസ്തകം പഠിച്ചപ്പോഴാണ് ആത്മീകമായ ഉണർവുണ്ടായിട്ടുള്ളത്. വചനം കേട്ടപ്പോഴാണ് പാപബോധമുണ്ടായത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുക. പത്രോസിൽ കൂടെയുള്ള വചനം കേട്ടപ്പോൾ അവർക്ക് എന്ത് ഉള്ളിൽ കുത്തുകൊണ്ടു. വചനം കേട്ടപ്പോൾ ഉള്ളിൽ കുത്തുകൊണ്ട് അവർ ചോദിക്കുന്നു, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം ഞങ്ങളാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചവർ, അവരുടെ തലമുറയാണ് ഞങ്ങൾ. വചനമാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളും പരപ്പുകളും അന്വേഷിക്കാതെ, പഠിക്കാതെ, ധ്യാനിക്കാതെ കുറേ സ്തോത്രങ്ങളും ഹല്ലേലൂയയും പറയുന്നതല്ല ആത്മീകമായ ഉണർവ്. 7, സഭ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ അല്ല. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ വിസിബിൾ ബോഡി ഓഫ് റിസൺ ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ ശരീരമാണ് സഭ. അത് മാർത്തോമാ സഭയുമാകാം, യാക്കോബ, ഇതെല്ലാത്തിനകത്തും ഈ ഒരു സ്ട്രീമുണ്ട്. അതുകൊണ്ട് ഒന്ന് എന്നിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു, ഒന്നിൽ താഴ്ന്നു നിൽക്കുന്നു നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അപ്പോൾ സഭയോട് ചേർന്ന് നിൽക്കാത്ത ആത്മീയ ഉണർവ് അതും പൊട്ടത്തരമാണ്. ഞാനിത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകുമായിരിക്കാം. ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കാതെ എന്ത് ഉണർവാണ്? അടിസ്ഥാനപരമായ ആ ബന്ധത്തിൽ നമ്മൾ നിൽക്കണം.
അതിനോട് ചേർന്ന് നിൽക്കണം, അതിൻ്റെ അധികാരികളെ അംഗീകരിക്കണം, അനുസരിക്കണം, ബഹുമാനിക്കണം, ആ സഭ ചെയ്യുന്ന ശുശ്രൂഷയിൽ പങ്കുചേരണം, തന്നാൽ ആവോളം പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കണം, സമയം വേർതിരിക്കണം, അവിടെ ശുശ്രൂഷകളിരുന്ന് പ്രാർത്ഥിക്കാനും പാടാനും സമയം കണ്ടെത്തണം, ആരാധനയിൽ പങ്കുചേരണം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സഭ എന്ന് പറയുന്ന ആ അടിസ്ഥാന വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ടൊരു ഉണർവ്, ആത്മീക പ്രബുദ്ധത ഒരിക്കലും ശരിയല്ല. 8 വരട്ടെ. വിശുദ്ധ കുർബാന ഞാൻ ഒടുവിൽ കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് തലേ ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ ഏവൻഗേലിയോൻ വായിച്ച യോഹന്നാൻ 21 ആദ്യത്തെ കുറച്ച് വാക്യങ്ങളാണ്. യേശുക്രിസ്തു പത്രോസിനെയും ശിഷ്യന്മാരെയും ആ കടലിൽ ഇങ്ങനെ അലയുന്ന കണ്ടപ്പോൾ കരയ്ക്കെന്ന് വിളിച്ചു ചോദിക്കുന്നു. എന്നാ വിളിച്ചു ചോദിക്കുന്നത്? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഒന്നുമില്ല. ഒരു ടോട്ടൽ ഫെയിലിയറാണ്. മുഴുവനും പരാജയപ്പെട്ടു. പരിചയമുള്ള വള്ളം, പരിചയമുള്ള പടക്, വല, പരിചയമുള്ള കടല, ഇതെല്ലാമായിട്ട് പോലും ഒരു 100% വട്ടപൂജ്യം തോൽവിയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം എടുത്ത് പ്രസംഗിച്ചപ്പോൾ അതിൽ അമ്മയുടെ ഒരു മദർലി ഗോഡിനെ കുറിച്ച് ഞാനിവിടെ പറയാൻ ശ്രമിച്ചു. കാരണം യേശുക്രിസ്തു വിളിക്കുന്ന പേരെന്നാ? ശിഷ്യന്മാരെ എന്നല്ല, പിന്നെയോ കുഞ്ഞുങ്ങളെന്നോ. സാധാരണ അമ്മമാരാ മക്കളെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്നത്, അമ്മമാരാ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ പിന്നെ കാണുന്നത് അവൻ അവരെ ലീഡ് ചെയ്യുന്നത് ഒരു വിശുദ്ധ മേശയിലേക്കാണ്, ഒരു അപ്പം നുറുക്കലിലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ കാണുന്നത്. യേശുക്രിസ്തു വന്ന് വരും മക്കളെ വന്ന് കഴിക്കുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് ചെന്ന്, നമ്മുടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ദൂരെ മാറി താമസിക്കുന്നിടത്തുനിന്നോ നമ്മുടെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം അവർ ചോദിക്കുന്നത് നീ വല്ലതും കഴിച്ചോടാന്ന് ചോദിക്കുന്നത് അല്ലേ? ശരിയായിക്ക് സ്നേഹമുള്ള മാതാപിതാക്കൾ നീ വല്ലതും കഴിച്ചോടാന്ന്. അപ്പോൾ നമ്മൾ പറയും കഴിച്ചിട്ടാവും. എന്നാലും എന്താണ് ഇവിടെ ഞങ്ങൾ കപ്പ ശരിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചക്ക ഇന്ന് വേവിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ നല്ല 1-ാം തരം മീൻകറിയുണ്ട്, അതുകൂടെ ശകലം കഴിക്കുന്നവർ നിർബന്ധിച്ച് നമ്മളെ കഴിപ്പിക്കും. ഒരു അമ്മയുടെ സ്നേഹം അവിടെ. ഇവിടെ അത് തന്നെ ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവിടെ എന്താ ചെയ്യുന്ന കർത്താവ്? ഈ ഒരു അധ്വാനത്തിൽ അവരെ വിജയിപ്പിച്ചിട്ട് അവരെ ലീഡ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണെന്നറിയാമോ? ഒരു വിശുദ്ധ കുർബാനയിലേക്കാണ്. അതുകൊണ്ട് we must be regularly attendant of the Holy Communion. സൗകര്യം കിട്ടുമ്പോഴല്ല. എന്ന് ഞായറാഴ്ച പള്ളിയിൽ വിശുദ്ധ കുർബാന ഒരുക്കുന്നുവോ ആ സദ്യയിൽ പങ്കുചേരുവാനുള്ള വിളി തലേ ഞായറാഴ്ച പള്ളിയിൽ പട്ടക്കാർ അനൗൺസ് ചെയ്തെങ്കിൽ ഒരാഴ്ച ഒരുങ്ങി പിറ്റേ ഞായറാഴ്ച ആ സദ്യയിൽ പങ്കുചേർന്നിരിക്കണം. ഇറ്റ് ഈസ് എ ഫോർടേസ്റ്റ് ഓഫ് ദി ഗ്രേറ്റ് ട്രംപറ്റ്. ഒരു വലിയ വിരുന്ന്, ഒരു വലിയ കൂടിവരവിൻ്റെ ഒരു അനുഭവമുണ്ട്. ആ കൂടിവരവിൻ്റെ മുൻ രുചിയാണ് ഈ വിശുദ്ധ കുർബാന അല്ലേ? കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു അല്ലേ? എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ പന്തി ഭോജനം കഴിക്കും. എല്ലാം പറയാനായിട്ട് സമയമില്ല. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. മൊത്തം പോയി, മുഴുവൻ പോയി. യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത വിശ്വസിക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. ഉണ്ട്. യേശുക്രിസ്തു രണ്ടാമത് വരുമെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ശരിയല്ല. കാരണം അപ്പോൾ ഇങ്ങനെ ഇവിടെ പോയി ഇവിടെങ്ങും ഇല്ലെന്നുള്ളതാണ്. അവൻ്റെ പ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തിയേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോഴൊരു ചോദ്യം കൂടെ ചോദിച്ചു എന്നോട് കൂടെ, ന്യായവിധിയെ വിശ്വസിക്കുന്നവരുണ്ടോ? ഉണ്ടോ? കയ്യൊന്നും പൊക്കണ്ട്, പേടിപ്പിക്കുന്നില്ല നിങ്ങളെ. നിങ്ങൾ വിചാരിക്കും എന്ത് പരിപാടിയിലാണ് ഈ തോമസ് സക്കറിയാച്ചൻ ഈ മനുഷ്യനെ വിളിച്ചു വരുത്തിയത് അല്ലേ? പേടിപ്പിക്കും. ഞങ്ങൾ ഏതെങ്കിലും ഒരു നല്ല സക്കായിയുടെ കഥയോ വല്ലതും ഒക്കെ കേട്ട് ഉണർവൊക്കെ അങ്ങോട്ട് ബാധിച്ച് ഞങ്ങൾ 10,000 സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ വന്നതാണ്. പക്ഷേ ഞങ്ങളെ ആകെപ്പാടെ അച്ഛൻ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അപ്പം ന്യായവിധിയെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടോ അങ്ങനൊരു സാധനം? ന്യായവിധി ഉണ്ടോ? ഉണ്ടെന്ന ബോധ്യമുള്ളവർ അങ്ങനെയാണോ ജീവിക്കുന്നത്? ആ ഒരു ഓർമ്മയിലാണോ ജീവിക്കുന്നത്? മറുപടിയില്ല. ഇപ്പം ക്ലിയറായോ? ഇപ്പം ക്ലിയർ ആവുന്നുണ്ടോ? ന്യായവിധി ഉണ്ടെന്നറിയാം, യേശുക്രിസ്തു മടങ്ങി വരുമെന്നും അറിയാം, പക്ഷേ ഞാൻ ജീവിക്കുന്നത് അതുമായിട്ടൊരു ബന്ധവുമില്ലാതെയാണ്. ഇതാണ് ക്രിസ്തീയ സഭയുടെ അപജയം. ഇവിടെയാണ് ഉണർവുണ്ടാകേണ്ടത്. ഇവിടെയാണ് ഉണർവുണ്ടാകേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത അല്ലേ? അതിനടിസ്ഥാനമായിട്ട് ഒരു വാക്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച്
മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. വായിച്ചു. 24:44. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിലും മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും. ഒരു ഉപദേശി സുവിശേഷ വേല ചെയ്യുന്ന ഒരു സ്വമേധാ വേലക്കാരനാണ്. നിങ്ങൾ കേട്ട് കാണുവാക്കാതെ അത് ഇങ്ങനെ തൻ്റെ മകളെ കെട്ടിച്ച വീടിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ സുവിശേഷ വേല നടത്താൻ വീടുകൾ സന്ദർശിക്കാൻ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹം മകളോട് വിളിച്ചു പറഞ്ഞു, മോളെ ഒരുങ്ങിയിരുന്നോണോന്ന് പറഞ്ഞു. മോളെ ഒരുങ്ങിയിരുന്നോണോന്ന് പറഞ്ഞു. ഈ പാവം വിശ്വസിച്ചു. അപ്പൻ തിരിച്ചു ഇതുവഴി വരും, വന്നാൽ എനിക്ക് അപ്പൻ്റെ കൂടെ എന്തു ചെയ്യാം, 2 ദിവസത്തേക്ക് വീട്ടിൽ പോയി ഒന്ന് നിൽക്കാം. അതിനൊരുങ്ങിയിരിക്കാനാണ് അപ്പൻ പറഞ്ഞത്. പെട്ടെന്ന് വീട്ടിലെ ജോലിയെല്ലാം തീർത്തു, ആഹാരമൊക്കെ റെഡിയാക്കി, എല്ലാം ക്രമീകരണം ചെയ്തു. ഒരു ബാഗിനകത്ത് 1-2 ഡ്രസ്സും ഒക്കെ എടുത്തു വെച്ചു. വൈകുന്നേരമായപ്പോൾ അപ്പൻ ഇതുവഴി വരുന്നു. അപ്പൻ ചോദിക്കുന്നു, കുഞ്ഞെ വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലപ്പാ, ഞാനും വരുന്നു. എവിടോട്ടോ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ അപ്പൻ എന്തിനാ എന്നോട് പറഞ്ഞു ഒരുങ്ങിയിരിക്കാനായിട്ട്? എൻ്റെ മോളെ കർത്താവ് വരുന്നു, ഒരുങ്ങിയിരുന്നോളാനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, ഒരുങ്ങിയിരിപ്പീൻ. എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നാ? നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, അല്ലേ? ആണോ? ഈ ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ എന്നാ അതിനകത്തുള്ള പ്രശ്നം എന്നാ? അതിലേക്ക് നമുക്ക് വരാം, അല്ലേ? ഇതിനെക്കുറിച്ച് 4 കാര്യങ്ങളാണ് ഇന്ന് പകൽ ഞാൻ പറയാൻ പോകുന്നു. അരമണിക്കൂർ ഇനി എൻ്റെ മുൻപിലുണ്ട്. 4 കാര്യങ്ങൾ. 1, വേദപുസ്തകം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 2, എങ്ങനെയാണ് ഈ മഹത്വ പ്രത്യക്ഷത, എങ്ങനെയാണ്, ഹൗ. 3, എന്തിനാണ് ഈ മഹത്വ പ്രത്യക്ഷത. 4, നമ്മുടെ റോൾ എന്താ ഇതിനകത്ത്. ഈ 4 കാര്യങ്ങൾ നമ്മളൊരു 30-35 മിനിറ്റ് കൊണ്ടൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ഇതിനകത്തെല്ലാം ഞാൻ വാക്യങ്ങൾ പറയും, നിങ്ങൾ കുറിക്കുന്നവർ കുറിച്ചാൽ മാത്രം മതി. എല്ലാം വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു 3 മണിക്കൂർ നമ്മളെടുക്കും ഇത് വായിച്ച് ധ്യാനിച്ചു പോകാനായിട്ട്. അത് ഞാൻ സമയമെടുക്കുന്നില്ല. 1 നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവിടെ കാണുന്നത് സർപ്പത്തോട് പറയുന്നു, നീ അവൻ്റെ കുതികാൽ തകർക്കും, അവൻ നിൻ്റെ തല തകർക്കും. സർപ്പത്തോട് പറയാണ്, നീ അവൻ്റെ കുതികാൽ തകർക്കും, അവൻ നിൻ്റെ തല തകർക്കും. ഇത് മശിഹായെക്കുറിച്ചുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖയാണ്. അവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സാത്താനോടാണ് പറയുന്നത്, നീ മനുഷ്യൻ്റെ കുതികാൽ തകർക്കും, അവനെ നീ കൊല്ലാനൊരുങ്ങും, വിഷം തീണ്ടും. പക്ഷേ വിഷം തീണ്ടിയാൽ ആര് നിൻ്റെ തല തകർക്കും? ദൈവം തമ്പുരാൻ നിൻ്റെ തല തകർക്കും. അപ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സാത്താനെ ചതച്ച് കളയുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ സാത്താനെ ചതച്ച് കളയുന്ന ഒരു ദൈവം, ഒരു ക്രിസ്തു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സാത്താൻ്റെ മേലുള്ള വിജയം നേടുന്ന ക്രിസ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം മുതൽ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം മുതൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെക്കുറിച്ചും മടങ്ങി വരവിനെക്കുറിച്ചുമുള്ള വ്യക്തമായ സൂചനകൾ നമുക്കിവിടെ നൽകുന്നുണ്ട്. 2, യേശു ക്രിസ്തു തന്നെ തൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. യോഹന്നാൻ 14-ന്റെ 1 മുതൽ 3 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പീൻ, ദൈവത്തിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങൾ ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ തക്കോണം ഞാൻ വീണ്ടും വരും. മതിയോ? അപ്പോൾ പഴയ നിയമം മുതൽ ഇങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വ്യക്തത കൊടുക്കുന്നുണ്ട്, വേദപുസ്തകമാണ്. 2, യേശുക്രിസ്തു തന്നെ ഇത് വ്യക്തമായി പറഞ്ഞതിൻ്റെ ഡീറ്റെയിലേക്ക് പിന്നെ നമുക്ക് പോകാം. 3, ദൂതന്മാർ ലോകത്തോട് ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം.
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. പ്രവൃത്തികൾ 1:11. അപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ, ഇത് മറക്കാതിരിക്കാൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു. 1, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നീ അവൻ്റെ കുതികാൽ തകർക്കും, അവൻ നിന്റെ തല തകർക്കും, അവൻ ഈ ലോകത്തെ വീണ്ടെടുക്കാൻ അവൻ വീണ്ടും വരും. 2, യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഇപ്പോൾ ഫെയർവെൽ അഡ്രസ് അത് 14, 15, 16 യോഹന്നാൻ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ പിന്നെ ചേർത്തുള്ളൂ. അത് വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. 3, ദൂതന്മാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിരാശപ്പെട്ട് നിൽക്കുന്ന ആ ഒലിവ് മലയിൽ ദൂതന്മാർ അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം സമയത്താണ് ഈ പറയുന്നത്. നിങ്ങളിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി വിഷമിച്ച് നിൽക്കുന്ന എന്താണ്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ നിങ്ങൾ കണ്ടതുപോലെ അവൻ എന്ത് ചെയ്യും? വീണ്ടും വരും. ഇനി ഒറ്റ കാര്യം കൂടെ പറയാം. ഈ പുതിയ നിയമത്തിൽ തന്നെ 300 പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വായിക്കാൻ സമയം വേണോ? വേണ്ട. 300 പ്രാവശ്യം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആധികാരികത വേണോ? അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, പഴയ നിയമം പറയുന്നു. 2, യേശുക്രിസ്തു പറയുന്നു. 3, മാലാഖമാർ പറയുന്നു. 4, വേദപുസ്തകത്തിൽ എഴുത്തുകാർ ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് വ്യക്തമായി അത് പറയുകയാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. എന്തിനാണ്, എങ്ങനെയാണ് ഈ മഹത്വ പ്രത്യക്ഷത എങ്ങനെ പ്രത്യക്ഷപ്പെടും? എങ്ങനെയാണ്? 3 മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. 3 ഒന്ന് തന്നെയാണ്, പക്ഷെ 3 രീതിയിൽ കാണിക്കുകയാണ്. 1, മുമ്പേ പറഞ്ഞ പോലെ യോഹന്നാൻ 14:1 മുതൽ 3 വരെ അവിടെ വരുന്നറിയാം, ഒരു പേഴ്സണൽ റിട്ടേൺ എന്നാണ് പറയുന്നത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ വീണ്ടും വരും. ഞാൻ ഒരു പേഴ്സണൽ റിട്ടേൺ ഉണ്ട്. യേശുക്രിസ്തു തന്നെ തിരിച്ചു വരുന്നൊരു അനുഭവം അവിടെ കൊടുക്കുന്നത്. ഒന്നതാണ്. 2, മനസ്സിലാക്കുന്നത് പ്രവൃത്തികൾ 1:11 ഇപ്പം നമ്മൾ വായിച്ചതുപോലെ നമുക്കത് കാണാം. സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ്റെ മടങ്ങിവരവ് നിങ്ങൾക്ക് കാണാം. എൻ്റെ ഈ കണ്ണുകൾക്ക് ദൈവം തമ്പുരാൻ്റെ വരവ് കാണാൻ സാധിക്കും. എൻ്റെ ഈ കണ്ണുകൾക്ക്. 3, ഒന്നുകൂടെ പറയട്ടെ. 1 തെസ്സലോനിക്കർ 4:16, 2 തെസ്സലോനിക്കർ 1:7 മുതൽ 10 വരെ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ കാണുന്നത്, വിത്ത് ഗ്ലോറി ആൻഡ് പവർ, മഹത്വത്തോടും അധികാരത്തോടും കൂടി അവൻ വരുമെന്നുള്ളതാണ്. അവൻ ഇനി കുരിശു തൂങ്ങാൻ വരികയല്ല, യഹൂദന്മാർക്ക് ഉന്തിത്തള്ളാൻ വരുന്നതല്ല, കയ്പുകാടി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കാൻ വരുന്നതല്ല, പീലാത്തോസിന് വിധിക്കാൻ, നാണം കെട്ട് വിധിക്കാൻ വേണ്ടി വരുന്നതല്ല, പടയാളികളുടെ ചാട്ടവാറടി ഏൽക്കാൻ വരുന്നതല്ല, 2 കള്ളന്മാരുടെ നടുവിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അലറി വിളിക്കാൻ വരുന്നതല്ല. അവൻ വരുന്നത് അധികാരത്തോടാണ് ഇനി വരുന്നത്. നേരത്തെ ഒന്നും അധികാരമില്ലാഞ്ഞിട്ടൊന്നുള്ളതല്ല, പിന്നെയോ അവൻ അന്നേരം വേറൊരു ദൗത്യമായിരുന്നു. ഇനി വരുന്നത് ഹി റിട്ടേൺസ് വിത്ത് ഗ്ലോറി ആൻഡ് പവർ, അധികാരത്തോടും മഹത്വത്തോടും കൂടി അവൻ മടങ്ങി വരികയാണ്. അതെന്തിനു വേണ്ടിയെന്നറിയാമോ? അവിടെ പറയുന്നത് തൻ്റെ വൃതന്മാരെ ചേർക്കാൻ വേണ്ടി വരികയാണ്. അതിലേക്ക് നമുക്ക് പോകാം. എന്താണ് മഹത്വ പ്രത്യക്ഷയുടെ ഉദ്ദേശം? 7 കാര്യങ്ങൾ പറയാം. 7 അല്ല 8 എണ്ണം പറയാം. വേദപുസ്തകത്തിലെയാണ്. എന്തിനാണ് ഈ മഹത്വ പ്രത്യക്ഷത? വാട്ട് ഈസ് ദ പർപ്പസ്? 1 വ്യക്തമായിട്ട് പറയുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ അവിടെ കാണുന്നറിയാമോ? എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയുവാൻ. ആമേൻ. ബാക്കി നിങ്ങൾ വായിച്ചോണം. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയുവാൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഡിനൈ ചെയ്ത ഒരു ലോകത്തിൽ ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കപ്പെടുവാൻ കൊണം അവൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കാൻ, ടു അക്സെപ്റ്റ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൈ ദ ഹോൾ വേൾഡ്. To accept the lordship of Jesus Christ by the whole world. അവിടെ ഇവിടെയും കുറേ പേര് ഞാൻ കൂടിയിരുന്നുണ്ടല്ലോ. പിന്നെയോ ലോകം മുഴുവനും പറയണം. സകല നാവും, സകല നാവെന്ന് പറഞ്ഞാൽ സകല ഭാഷക്കാരും, സകലരും ഏറ്റു പറയണം. എന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞേ, യേശുക്രിസ്തു കർത്താവ്. നിങ്ങൾ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. യേശുക്രിസ്തു കർത്താവ്, സകല നാവും ഏറ്റു പറയണം. അതിനാണ് ഇവിടെ നിങ്ങളെ വിളിച്ചു കൂട്ടുന്നത്. നിങ്ങളുടെ മനസ്സിലും കയറിയിരിക്കുന്ന പാപക്കറകളെ കഴുകിക്കളയിക്കുന്നത്, മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്ന അവരോടൊപ്പം
ഇവിടെ ഇരുന്നുകൊണ്ട് കുറച്ചു നേരം പാടാൻ കഴിയുന്നത് സ്വർഗത്തിൻ്റെ ഒരു മുൻരുചിയാണത്. ഇതിനെല്ലാം നമ്മൾ ഈ സഭയായിട്ടും സമൂഹമായിട്ടും സംഘടനകളായിട്ടും ഒരുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ടു ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ് ആൻഡ് സേവിയർ. ആമേൻ, ഹല്ലേലൂയ. ഈ പ്രപഞ്ചം മുഴുവനും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കണം. അതിനാണ് അവൻ വരുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി ഈ ഭാഗം വായിച്ചാൽ അറിയാം. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9 മുതൽ 11 വരെ. 2 അവൻ എന്തിനാ വരുന്നത്? നമ്മൾ മുൻപേ പറഞ്ഞാണ്. 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെ വായിച്ചോണം. 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെ. അവിടെ വരുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരം നൽകുവാൻ. ടു റേസ് ദ ഡെഡ്. അല്ലേ? അതുകൊണ്ടാണല്ലോ കല്ലറയുടെ കരയ്ക്ക് നിന്നുകൊണ്ട് ഹാലേലുയ്യ 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 എന്ന് ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ സാധിക്കുന്നത്. ഇവൻ ചത്തതിലുള്ള ഹാലേലുയ്യ അല്ല, അതിന്റെ സന്തോഷത്തിൽ ഉള്ളിൽ നിന്ന് വിളിക്കുന്നല്ല. പിന്നെയോ there is a resurrection. Amen. There is a resurrection. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് മനുഷ്യവർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. മറക്കരുത്. ഇത് വായിച്ച് മനസ്സിൽ വെച്ചോണം. ഇത് പട്ടക്കാർ പറയുന്നൊരു വാചകമാണ്. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. ആദാമിനോട് പറഞ്ഞതാണത്. കായനോട് പറഞ്ഞതാണ്. നീ മണ്ണാണ്, തിരിച്ച് മണ്ണിലേക്ക് തിരിച്ചേരും. കായനോടും ഹാബേലിനോടും ആദാമിനോടും പറഞ്ഞ വാചകങ്ങളാണ്. നീ തിരിച്ച് മണ്ണിലേക്ക് ചേരും. നീ മണ്ണാകുന്നു, എടുത്ത മണ്ണിലേക്ക് നീ തിരികെ ചേരും. അല്ലേ? നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ മനുഷ്യവർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ എന്താണ്? ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഈ മൺകൂടാരത്തെ ഞങ്ങൾ തിരിച്ചു മണ്ണിലേക്ക് ഏൽപ്പിക്കുക. ശാന്തമായിരുന്ന് ധ്യാനിച്ചോണം. ശാന്തമായിരുന്നു ധ്യാനിച്ചോണം. ഇത് മണ്ണിൽ കൊടുക്കാനുള്ളതാണ്. ഇത് മണ്ണിൽ കൊടുക്കാനുള്ളതാണ്. ഇതിനൊരു വിലയുമില്ല. ഇത് മണ്ണിൽ കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ദൈവീക സ്വർഗീയ നിക്ഷേപമുണ്ട്. പൗലോസ് 1 കൊരിന്ത്യർ 4 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വലിയ നിക്ഷേപം ഈ മൺപാത്രങ്ങളിലാണുള്ളത്. അപ്പോൾ എന്തിനാണ് അവൻ വരുന്നത്? 2 എന്തിനാണ് അവൻ വരുന്നത്? എന്തിനാണ് വരുന്നത്? മറന്നു പോരുത്, പറഞ്ഞേ. മനുഷ്യരെ ഉയർപ്പിപ്പാൻ. അതുകൊണ്ടാണ് കല്ലറകളിൽ നമ്മൾ അവരെ അടക്കുന്നത് അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നത്. എന്തുവായിക്കൊള്ളട്ടെ, നമ്മൾ വലിച്ച തോട്ടിലെറിയുകയല്ല. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മനസ്സിലാവുന്നു? ഒരുപാട് പ്രത്യാശയുണ്ട്. ചിലയിടത്തൊക്കെ കല്ലറയുടെ മുൻപിൽ എഴുതിയിരിക്കുന്നുണ്ട് പ്രത്യാശയുടെ തീരമെന്ന് എഴുതി വെച്ചിരിക്കുന്ന കാണാം. സെമിട്രി എന്നല്ല, പ്രത്യാശയുടെ തീരമെന്ന് എഴുതി വെച്ചിരിക്കുന്ന. അർത്ഥത്തിൽ ശരിയാണത്. പ്രത്യാശയുടെ തീരമാത്. കാരണം അവൻ്റെ വരവിങ്കൽ ഈ കല്ലറകളെല്ലാം തുറക്കപ്പെടും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. വായിച്ചേണ്ട സമയമില്ല. 1 തെസ്സലോനിക്കർ 4:11 മുതൽ വായിച്ചോണം. വീട്ടിൽ പോയിരുന്നുണ്ട്. ഒന്ന് കുറിച്ച് വെക്കുക. എവിടെങ്കിലും നിങ്ങളുടെ പേപ്പറും പേനായും ഒന്നുമില്ലെങ്കിലും ബുക്കിൻ്റെ ആ വേദപുസ്തകത്തിൻ്റെ മൂലയ്ക്കെങ്കിലും ഒന്ന് കുറിച്ചിട്ട് മറന്നു പോകാതെ വീട്ടിൽ ചെന്നൊന്ന് വായിക്കാൻ തക്കോണം. അല്ലെങ്കിൽ ഈ തരംഗത്തിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ബസ്സിൽ കയറി കൂലി ബാക്കി കിട്ടാതിരിക്കുമ്പോൾ ഇതെല്ലാം പോയി, എല്ലാം തീർന്നു. ഓട്ടോക്കാരനെ വിളിച്ച് വീട്ടിൽ ചെന്ന് ഓട്ടോക്കാരനോട് എൻ്റെ വഴക്കുണ്ടാക്കി, എടാ 30 ഞാൻ കൊടുക്കാറുള്ളൂ, നീ 50 ചോദിച്ചാൽ എന്നാ പറഞ്ഞു. തീർന്നു, എല്ലാ പ്രത്യക്ഷതയും തീർന്നു. നിന്റെ ഉള്ളിൽ ഈ പകലിൽ ഇത് എഴുതി വെക്കണം. ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഇത് എഴുതി വെച്ചിട്ട് ഈ ക്യാമ്പസ് വിട്ട് നീ ഇറങ്ങിപ്പോകുക. കാരണം നീ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നിന്റെ മുൻപിൽ വിഷയമായി എടുത്തത്. തമ്പുരാന്റെ മഹത്വ പ്രത്യക്ഷതയും ന്യായവിധിയും നീ വിശ്വസിക്കുന്നതാണ്. ഇവിടെ ഇരുന്ന സകലരും ഏറ്റുപറഞ്ഞ കൈ ഉയർത്തിയാണ്. ആ വിശ്വസിക്കുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ നിന്നോട് ഞാൻ ഈ പകലിൽ ഓർമ്മിപ്പിക്കുമ്പോൾ ഉദാസീനതയോടെ, അലസതയോടെ, ഇത് അഹംഭാവത്തോടെ, നിന്നയോടെ ഇത് കേട്ടിട്ട് പൊടിയും തട്ടി ഇറങ്ങിപ്പോകാനുള്ളതല്ല. ആമേൻ. ഇത് നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നീ മനസ്സിലാക്കി, നിന്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കി നീ നിന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ട ചില സത്യങ്ങൾ ഈ പകലിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. 3, തൻ്റെ സ്വന്തമായതിനെ ചേർത്ത് കൊള്ളുന്നതിന്. വായിക്കേണ്ട നമ്മൾ കേട്ടതാ യോഹന്നാൻ 14:1 മുതൽ 3 വരെ അല്ലെങ്കിൽ 4 വരെ. അല്ലേ? നിങ്ങൾക്ക് ഞാൻ സ്ഥലമൊരുക്കുവാൻ വന്നു, ഒരുക്കി കഴിഞ്ഞാൽ
നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളാൻ വരും. സ്വന്തമായതിനെ ചേർത്ത് കൊള്ളുവാൻ വരുന്നൊരു ക്രിസ്തു. ഒന്ന്, ഞാൻ പറഞ്ഞത് അവൻ്റെ നാമം സകലരും അംഗീകരിക്കണം. ഹിസ് ലോർഡ്ഷിപ്പ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ദ ഹോൾ വേൾഡ്. അവൻ്റെ നാമം ഈ ലോകം മുഴുവൻ അംഗീകരിക്കണം. 2, അവനിൽ മരിച്ചവരെ സ്വീകരിപ്പാൻ കല്ലറകളിൽ കിടക്കുന്ന ആ മൃതശരീരങ്ങൾ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ചോദിക്കും, കല്ലറയിൽ കിടക്കുന്നവർക്ക് ഒരു ഉയർപ്പുണ്ടോ? അവിടുന്ന് രൂപാന്തരമുണ്ടോ? അവർക്കൊരു രൂപമുണ്ടാകുമോ? ഉണ്ടാകുമോ? യെഹെസ്കേൽ 37 വീട്ടിൽ പോയി വായിച്ചോളുക. ഉണ്ടാകും ഇല്ലയോ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. യെഹെസ്കേൽ 37 താഴ്വരയെ കൊണ്ട് നിർത്തുകയാണ് യെഹെസ്കേൽ പ്രവാചകനെ. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിച്ചെഴുന്നേൽക്കുമോ? എനിക്കറിയില്ല, തമ്പുരാനെ നിനക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷെ നിനക്കൊരു ദൗത്യമുണ്ട്. ഈ നിഹതന്മാർ ജീവിച്ചെഴുന്നേൽക്കേണ്ടതിന് ഇവരോട് നീ പ്രവചിക്കാൻ പറഞ്ഞു. ദൈവവചനം അവരുടെ മേൽ വരുമ്പോൾ ഈ അസ്ഥികൾ എന്ത് ചെയ്യുന്നറിയാമോ? അസ്ഥിയോട് ചേരും. പലരുടേതാ കിടക്കുന്നത്. കോടിക്കണക്കിന് ആളുടെ അസ്ഥി അവിടെ ചിന്നിച്ചെതിരെ കിടക്കുകയാണ്. ഒരുത്തന്നെ ഒന്നും കെട്ടിവെച്ചിട്ടൊന്നുമില്ല. ഒരുത്തൻ്റെ കാലിൻ്റെ അസ്ഥി ഒരിടത്താണെങ്കിൽ തല വേറൊരിടത്താണ്, അവൻ്റെ മുട്ട് വേറൊരിടത്താണ്, അവൻ്റെ കൈവിരലിൽ വേറൊരിടത്താണ്. ചിന്നിച്ചിതറി ഒരു താഴ്വര മുഴുവൻ കിടക്കുന്ന അസ്ഥികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം തൻ്റെ പ്രവാചകനായ യെഹെസ്കേലിൽ കൂടി കേൾക്കുമ്പോൾ ആ അസ്ഥികളുടെ മേൽ മാംസം വരുന്നു, അതിൻ്റെ മേൽ ഞരമ്പ് വരുന്നു, അതിൻ്റെ മേൽ തൊലി വന്നു, അവിടെ കിടക്കുകയാണ്. അപ്പോഴും മൃതശരീരമാണ്, അപ്പോഴും മൃതശരീരമാണ്. വീണ്ടും ദൈവം തമ്പുരാൻ ചോദിക്കുന്നു, കുഞ്ഞെ ഇതൊന്ന് എഴുന്നേക്കുമോ? തമ്പുരാനെ നീ അറിയുന്നു, നീ എന്ത് ചെയ്യണം? 4 വശത്തു നിന്നും കാറ്റ് ഈ നിഹതന്മാർ ജീവിച്ചെഴുന്നേൽക്കുന്നതിന് വീശാൻ നീ പ്രവചിക്ക്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീശുമ്പോൾ ആ താഴ്വരയിൽ ഒരാൾക്കൂട്ടമല്ല, ഒരു പുരുഷാരമല്ല. ആ വാക്ക് ആർക്കെങ്കിലും പറയാം അവിടെ എന്താ ഉള്ളതെന്ന്? ഒരു സൈന്യമാണ്. സൈന്യത്തിന് അച്ചടക്കമുണ്ട്, സൈന്യത്തിന് ലീഡറുണ്ട്, സൈന്യത്തിന് ലക്ഷ്യമുണ്ട്. അല്ലാതെ ആൾക്കൂട്ടമല്ല. ഒരു സൈന്യത്തെ ആ താഴ്വരയിൽ ഒരുക്കാൻ തക്കവണ്ണം യെഹെസ്കേൽ പ്രവാചകന് കഴിഞ്ഞുവെങ്കിൽ എല്ലാ കല്ലറകളും തുറക്കപ്പെടും. എല്ലാ കല്ലറകളിലെയും അസ്ഥികൾക്ക് മാംസം വയ്ക്കും, തൊലി വയ്ക്കും, ജീവൻ വയ്ക്കും, എഴുന്നേൽക്കും. തമ്പുരാൻ വിളിക്കുമ്പോൾ അവൻ്റെ മുൻപിലേക്ക് ചെന്നിട്ട് അവൻ ഒരുക്കിയിരിക്കുന്ന പാർപ്പിടത്തിൽ അവൻ്റെ സ്ഥലത്തെ അവൻ ഇരുത്തും. ആമേൻ. അതായിരിക്കണം നമ്മുടെ ഉണർവിൻ്റെ അടിസ്ഥാനം. അതായിരിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ സമയത്ത് ഞാൻ ഒരു പള്ളി പറഞ്ഞൊരു വാചകം, ഞാൻ ഇതുപോലെ കരിസ്മാറ്റിക് മീറ്റിംഗ് നടത്തുന്ന ആളെ, ഇടയാറന്മുളക്കാർക്കൊക്കെ അറിയാം. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. കുറേ പ്രാർത്ഥനാ തൊഴിലാളികളെ ഇവിടെ ഇരുത്തിയിട്ട് വീട്ടിൽ കുത്തിയിരുന്നുകൊണ്ട് ഒരു പേപ്പർ കൊടുത്തു വിടുകയല്ല. ക്ഷമിക്കണം ഞാനത് പറയുന്നത്. നിനക്ക് രോഗമുണ്ടെങ്കിൽ നീ ഇതിൻ്റെ നടുക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വിദേശത്ത് പോകാൻ തക്കോണം പേപ്പർ ശരിയാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വീട്ടിൽ കുത്തിയിരുന്നുകൊണ്ട് ടി വിയും കണ്ട് മൊബൈലും കണ്ടുകൊണ്ട് ഒരു പേപ്പറിനകത്ത് അമ്മയുടെ അമ്മാവൻ്റെ കയ്യിലോട്ട് പേര് കൊടുത്തു വിട്ടാൽ പറയും, നീ ഇവിടെ വന്ന് കുത്തിയിരിക്കണം. എടപ്പള്ളിയിലൊരു പള്ളിയുണ്ട് എറണാകുളത്ത്. ഞാൻ അടുത്ത് ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. 40 കോടിയേ ഉള്ളതിൻ്റെ ചിലവ് എടപ്പള്ളി പള്ളിക്ക്. ആ പള്ളി കുദാശി നല്ല മനോഹരമായൊരു പള്ളിയാണ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി പാറേപ്പള്ളി 2ാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഏഷ്യയിലെ. അതൊന്ന് കാണണമെന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ 2ാമത്തെ പള്ളി ചങ്ങനാശ്ശേരി പാറേപ്പള്ളി. ഇതായിരുന്നു 2ാമത് നിന്നത്. അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്ത ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആളുകൾ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയാണ് ഈ 40 കോടി രൂപ ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ചത്? അച്ഛൻ പറഞ്ഞു, ഞാനിത് പിരിച്ചിട്ടൊന്നുമില്ല. ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്ന് ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ വെളിരാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ, പാസ്പോർട്ട് എടുക്കാൻ വരുന്നവർ, വിസയ്ക്ക് വരുന്നവർ, ഇൻ്റർവ്യൂവിന് വരുന്നവർ, പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം ഇവിടെ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. എന്നെ കണ്ട് കൗൺസിലിംഗ് നടത്തും. പോകാൻ നേരം അവർ പറയും, അച്ഛൻ പ്രാർത്ഥിച്ചാട്ടെ, നന്മ കിട്ടിയാൽ ആദ്യത്തെ വരുമാനം ഈ പള്ളിക്ക്. അച്ഛൻ പറഞ്ഞു, ഈ 38 കോടിയിൽ 35 കോടിയും വിദേശത്ത് പോകാൻ ഇവിടെ വന്നിരുന്ന പ്രാർത്ഥിച്ചവർ അനുഭവിച്ച നന്മയുടെ റിസൾട്ടാണിത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ജാനറ്റ് സിസ്റ്റർ പറഞ്ഞ പേരുകളുടെ ലിസ്റ്റാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആൾ ഇവിടെ ഇരിക്കാനുണ്ട്. ഇല്ലേ? കാണുമോ? അവരെല്ലാം വീട്ടിൽ കുത്തിയിരിക്കുക. ഞാൻ പറഞ്ഞ വീൽ ചെയറിലിരിക്കുന്ന ആൾ ഇവിടെ വരണം. ഞാനൊരു പള്ളിയിൽ ഈ ആരാധന നടത്തിയ സമയത്ത് അവിടെ ഈ ക്രച്ചസ് ഉപയോഗിച്ച് വരുന്ന ഒരു സഹോദരി എനിക്കറിയാം. മെനഞ്ഞാന്നും ആ സഹോദരി എന്നെ വിളിച്ചു. ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ക്ഷീണമാച്ചാ പ്രാർത്ഥിക്കണം.
എല്ലാ പ്രാർത്ഥനയ്ക്കും ഈ ക്രച്ച സുവിഹിച്ചാ വരുന്നത്. അവർക്ക് പറയാം, അച്ഛാ എനിക്ക് നടക്കാനൊന്നും വയ്യ, ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറണം, ക്രച്ച സുവിഹിച്ച് ഓട്ടോയിൽ കയറുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇത് ഒന്നുമില്ലാതെ വീട്ടിൽ കാലിന്മേൽ കാലും കുത്തിയിരുന്ന് മൊബൈലും നോക്കി റീൽസും നോക്കി മറ്റു പലതും നോക്കിയിരുന്നുണ്ട്. എന്നാ പ്രാർത്ഥിച്ചോ. ആര് പ്രാർത്ഥിച്ചോണം? തരംഗത്തിൽ കുറേ പ്രാർത്ഥനാ തൊഴിലാളികളുണ്ട്, പ്രാർത്ഥിച്ചു. അടുത്ത ആ പ്രാവശ്യം മുതൽ പ്രാർത്ഥിക്കേണ്ടവൻ ഇവിടെ വരണം. ആരോഗ്യമുള്ളവൻ പ്രാർത്ഥിക്കേണ്ട ഇവിടെ വന്ന് ഇരിക്കണം. അവൻ്റെ പേര് പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാ അത്ഭുതങ്ങൾ നടക്കുന്നത്. അല്ലാതെയും അത്ഭുതങ്ങൾ നടക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ സമർപ്പണം ഇതിന് ആവശ്യമാണ്. ശതാധിപൻ പറഞ്ഞതാ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാനായിട്ട് ഞാൻ യോഗ്യനല്ല. നീ ഇവിടെ നിന്നുകൊണ്ട് ഒറ്റ വാക്കൊക്കെ അടിച്ചു വിട്ടാൽ മതി, ശരിയാകും. തമ്പുരാൻ പറഞ്ഞെടാ, നിന്റെ വിശ്വാസം വലിയതാ. ആ വിശ്വാസം വീട്ടിൽ ഇരുന്നാൽ പറയും, ഇവിടെ വരാൻ ആരോഗ്യമുണ്ടെങ്കിൽ ഇവിടെ വരണം, സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെ വരണം. ഞാൻ അങ്ങോട്ടങ്ങ് വിടുകയാണ്. എന്താ ഞാൻ പറഞ്ഞത്? തൻ്റെ സ്വന്തമായതിനെ ചേർത്തുകൊള്ളുവാൻ വരുന്ന ഒരു ക്രിസ്തു. 4 എന്നറിയാമോ? രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട്. എബ്രായ ലേഖനം 9:28. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞ എല്ലാവരോടും പറയണം. നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും രക്ഷ പൂർണ്ണമായിട്ടുണ്ടോ ഈ ഭൂമിയിൽ? പൂർണ്ണ രക്ഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഈ ലോകത്തിൽ വെച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അന്ന് ആ ജീവിതയാത്രയിൽ തന്നെ എനിക്ക് പിന്മാറിപ്പോകാം, എനിക്ക് ക്രിസ്തുവിനെ തള്ളി പറയാം, എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസം നഷ്ടപ്പെടാം, ഞാൻ വീണ്ടും പഴയ തിന്മയിലേക്ക് മടങ്ങിപ്പോകാം, എന്തെല്ലാം വേണമെങ്കിലും ആകാം. രക്ഷയുടെ പൂർത്തീകരണം ക്രിസ്തുവിൻ്റെ മടങ്ങി വരവില്ല. അതാണ് എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 28 വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട് അവൻ്റെ മടങ്ങി വരവ്. അപ്പോൾ നമ്മുടെ ഈ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ്റെ വരവിങ്കലാണ്. അവൻ നമ്മളെ തന്നോട് ചേർക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിലൂടെ ലഭ്യമാക്കുന്ന രക്ഷ അന്ന് എനിക്ക് പൂർത്തീകരിച്ച് അവൻ ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് അവിടെ കാണുന്നത് കാത്തു നിൽക്കുന്നവർ, അവർ ആരംഭിച്ച കാത്തു നിൽക്കുന്നവരുടെ രക്ഷാനുഭവത്തിൻ്റെ പൂർത്തീകരണം, കാത്തു നിൽക്കുന്നവർ ആരംഭിച്ച രക്ഷാനുഭവത്തിൻ്റെ പൂർത്തീകരണം അത് അന്നേ നടക്കുകയുള്ളൂ. ഇതൊരു യാത്രയാണ്. 5 വെളിപാട് പുസ്തകം 22:12 വാക്യം. വെളിപാട് 22:12 എന്നറിയാമോ? നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ആ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം നൽകാൻ അവൻ വരികയാണ്. പ്രതിഫലം നൽകാൻ. മനസ്സിലായി? 22:12 വാക്യമാണ്. ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെടുന്നത് ഈ ലോകത്തിൽ സത്യസന്ധമായി നീ ജീവിച്ചാൽ, ആരും കണ്ടില്ലെങ്കിലും വിശ്വസ്തയോടുകൂടി നീ ജീവിച്ചാൽ, തമ്പുരാൻ നിന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം തരുവാൻ അവൻ വീണ്ടും വരും. നിങ്ങളിതിനോട് കൂട്ടിച്ചേർത്ത് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വായിച്ചോണം. മനസ്സിലായോ? അവിടെ ഇടതും വലതും നടത്തുന്ന ഒരു ന്യായവിധിയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, അതെല്ലാം വേദപുസ്തകത്തിലുള്ളതാ. നിങ്ങൾ ഉടനെ തിരഞ്ഞു നോക്കിയൊന്നും വേണ്ട. അവിടെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും 2 ഭാഗത്ത് നിർത്തുന്ന പോലെ നിർത്തിയിട്ട് ഒരു ഭാഗത്തുള്ളവർ വലത് ഭാഗത്തുള്ളവർ പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് ധൈര്യപ്പെടുത്തി. അപ്പോൾ അവർ ചോദിക്കുന്നു, കർത്താവേ, നിന്നെ എപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കണ്ടത്? നിന്നെ എപ്പോഴാണ് നഗ്നനായി കണ്ടത്? എപ്പോഴാണ് രോഗിയായി കണ്ടത്? എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടത്? എപ്പോഴാണ് ദാഹിക്കുന്നവനായി കണ്ടത്? എപ്പോഴാണ് ജയിലിൽ കിടക്കുന്നത് കണ്ടത്? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമുണ്ട്, എന്നറിയാമോ? ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എനിക്കാകുന്നു ചെയ്തത്. ഹല്ലേലൂയ.
ആമേൻ, ആമേൻ, ആമേൻ. ഉണർവിൻ്റെ ശക്തി കേന്ദ്രമായി, അതിൻ്റെ ട്രാൻസ്ഫോമറായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസ സമൂഹമേ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിന്നെ ആക്കുന്ന സ്ഥലത്ത് നീ വിശ്വസ്തനായിരിക്കണം. നിന്റെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളിലും ആരും കണ്ടില്ലെങ്കിലും, ആരും കേട്ടില്ലെങ്കിലും, ആരും അംഗീകരിച്ചില്ലെങ്കിലും, ആരും മാനിച്ചില്ലെങ്കിലും, ആരും ബഹുമാനിച്ചില്ലെങ്കിലും, ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും, ഞാനിത് ചെയ്യുന്നത് എൻ്റെ ദൈവത്തിനാണെന്നുള്ള ബോധ്യത്തോടുകൂടി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നന്മ നീ വിനിമയം ചെയ്യുക. നിന്റെ സമയം നീ വിനിമയം ചെയ്യുക. നിന്റെ താലന്തുകൾ നീ വിനിമയം ചെയ്യുക. നിന്റെ ബന്ധങ്ങളെ നീ ഉപയോഗിക്കുക. ഹല്ലേലൂയ! ഇതാ ഉണർവ് ജീവിതം. ഇതാ ഉണർവ് ജീവിതം. മദർ തെരേസയെ കുറിച്ച് പറയാത്ത പ്രസംഗരില്ല. ഒരു വിദേശിയായ ഒരു സ്ത്രീ അവരെ സന്ദർശിക്കാൻ വന്നപ്പോൾ അവരൊരു കുഷ്ഠരോഗിയുടെ കാല് കഴുകുകയാണ്. ആഭരണങ്ങളെല്ലാം അളിഞ്ഞ് നാറിയും ദുർഗന്ധം കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യ. ഒരു കൊടിൽ ഉപയോഗിച്ചുകൊണ്ട് പഞ്ഞി വെച്ച് ഇതെല്ലാം തുടച്ച് ഇങ്ങനെ മാറ്റുകയാണ്. എല്ലാം ഇങ്ങനെ മാറ്റുകയാണ്. ഒരു പ്രയാസമുണ്ട്, മുഖത്തൊരു ചുളിച്ചിലും ഒന്നുമില്ല. അപ്പോൾ ഈ സ്ത്രീ, ഈ വിദേശ സ്ത്രീ ശാന്തമായിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു മാസം $10,000 എനിക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ ജോലി ചെയ്യത്തില്ല. മാസം $10,000 എനിക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്യത്തില്ല. അപ്പോൾ ഈ മദർ തെരേസയും അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ വാചകം, മീ ടു, ഞാനും ചെയ്യത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഈസ് ദിസ് യുവർ ബ്രദർ? അവർ പറഞ്ഞു, നോ, ഇതെൻ്റെ സഹോദരനൊന്നുമല്ല. Then why you do that? The love of Jesus Christ empowers me to do this. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഈ കുഷ്ഠരോഗിയിൽ അവൻ്റെ മുറിവ് തുടച്ച് ഉണക്കി മരുന്ന് വെച്ച് കെട്ടി അവനെ സൗഖ്യപ്പെടുത്തുവാനുള്ള ദൗത്യം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന അവൻ്റെ സ്നേഹമാ. ആ സ്നേഹമാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലാതെ പണത്തിന് വേണ്ടിയല്ല. വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ഉണ്ട്. 6 പ്രവൃത്തികൾ 17:30, 31, 32 ദുഷ്ടരെ ന്യായം വിധിക്കാൻ വരുന്നുണ്ട്. ടു ജഡ്ജ് ദ വിക്കറ്റ്. ഓർത്തോണം, ഉണ്ടവിടെ. അതുകൊണ്ടല്ലേ 25-35 പറഞ്ഞ മാത്തായുടെ സുവിശേഷം ഇടതുഭാഗത്തുള്ളവരോട് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല, പൊയ്ക്കോ, എൻ്റെ മുമ്പിൽ നിന്ന് പോ. കരച്ചിലും പല്ലുകടിയും ഉള്ളിടത്തേക്ക് പോകുക. 5 കന്യകമാർ വന്ന്, കർത്താവേ, ഞങ്ങൾ എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഒന്ന് തുറക്ക്. കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, പൊയ്ക്കോ. 10 കൂടെ ഒരുമിച്ചിരുന്ന. ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മൂക്കിൽ ശ്വാസം ശ്വസിക്കാൻ നിനക്ക് ശക്തിയുള്ളപ്പോൾ, നിന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ ശക്തിയുള്ളപ്പോൾ, ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനും പ്രാപ്തിയുള്ളപ്പോൾ, ചലിക്കാൻ നിന്റെ കാലുകൾക്ക് ബലമുള്ളപ്പോൾ, ഭക്ഷണം കഴിക്കാൻ നിന്റെ കൈക്കും നിന്റെ ശരീരത്തിനും ആരോഗ്യമുള്ളപ്പോൾ, തമ്പുരാനെ നോക്കി പറഞ്ഞോണം, തമ്പുരാനെ, നീ തന്ന നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല. ഹല്ലേലൂയ! നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഒരു ദുഷ്ടതയ്ക്ക് വേണ്ടിയും എൻ്റെ ജീവനോ എൻ്റെ സമയമോ എൻ്റെ നന്മകളോ എൻ്റെ ധനമോ എൻ്റെ മോഹങ്ങളോ ഒന്നും 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 ആമേൻ ഞാൻ വിനിയോഗിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തോണം. ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. മുൻപോട്ട് പോട്ടെ, സമയത്തിൻ്റെ ദൗർലഭ്യം. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. വാക്കത്തികളെയും കൊഴുക്കളെയും വേറെ ചില രൂപങ്ങളാക്കുന്ന ദൈവം തമ്പുരാൻ. ടു എസ്റ്റാബ്ലിഷ് പീസ്. ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യം അതാ. വീടിനകത്ത് കയറിയാൽ പാമ്പ് അല്ലേ? വീടിനകത്ത് കയറിയാൽ തലേണ്ണയുടെ ഉറയ്ക്കകത്ത് പുള്ളി ഇരിപ്പുണ്ട്. അത് വെച്ചുകൊണ്ടാണ് രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങിയത്. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അറിയുന്നത് പുള്ളി ഇതിനകത്തുണ്ടായിരുന്നത്. വീടിന് പുറത്തോട്ടിറങ്ങിയാൽ 2 കാലിൽ നടക്കുന്ന പാമ്പുകൾ. മറ്റേ പുള്ളിക്ക് കാലില്ല. ഇത് പുറത്ത് 2 കാലിൽ നടക്കുന്ന പാമ്പുകൾ. അവൻ്റെ അതിക്രമങ്ങൾ അല്ലേ? അപ്പനെയും അമ്മയും ഒക്കെ, അല്ലെങ്കിൽ സഹോദരനെയും അമ്മയും ഒക്കെ ഒരു ദയമില്ലാതെ അടിച്ചു കൊന്ന് ഏലത്തിൻ്റെ ചുവടക്കം കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഒരു കുറ്റബോധവും കൂടാതെ പോയി താമസിക്കാൻ ഒരു യുവാവിന്, ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കുമെങ്കിൽ എന്തൊരു ലോകമായത്!
എന്തൊരു ലോകമായത്! 2 കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് ഇത്രയും നാളും 10-12 വർഷം ജീവിച്ച കുടുംബജീവിതത്തിനോട് ഒറ്റ നിമിഷം കൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ് മെനഞ്ഞാന്ന് കണ്ട ഒരുത്തൻ്റെ പുറകെ ഇറങ്ങിപ്പോകാൻ ഇന്നത്തെ സ്ത്രീകൾക്ക് സാധിക്കുമെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ തൻ്റെ കൂടെ ജീവിച്ച് സർവ്വതും നഷ്ടപ്പെടുത്തി തൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരു യുവതിയെയും അവളിലുണ്ടായ 2 കുഞ്ഞുങ്ങളെയും ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട്, വൈകാരിക പ്രലോഭനങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് കണ്ണിൽ കണ്ടവളുടെ പുറകെ പോകാൻ സാധിക്കുന്ന പുരുഷനെയും കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് സമാധാനം? സ്വസ്ഥതയില്ല, സമാധാനമില്ല. ചൂടിൻ്റെ കാര്യം തോമസ് സക്കറിയാച്ചൻ പറഞ്ഞു. ചൂടല്ല ഇവിടുത്തെ പ്രാധാന്യം, ചൂട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വേദപുസ്തകത്തിൽ യെഹെസ്കേൽ പ്രവചനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ ഇടയിലേക്ക് പാമ്പിനെ അയക്കുമെന്ന്. വേണമെങ്കിൽ വാക്യം പറയാൻ കേട്ടോ, ഞാൻ നിൻ്റെ ഇടയിലേക്ക് പാമ്പിനെ അയക്കും. അതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടും വറുതി ഞാൻ നിനക്ക് വിളിച്ചു വരുത്തും. കൊടും വറുതി. നിൻ്റെ തോട്ടത്തിൽ ഒരു കായ്ഫലവും മൂക്കത്തില്ല, കൊഴിഞ്ഞു പോകും, കരിഞ്ഞു പോകും. എന്തിനാണെന്നറിയാമോ? നീ എൻ്റെ അടുത്തേക്കൊന്ന് തിരിഞ്ഞു വരാനായിട്ട്, അല്ലേ? എൻ്റെ അടുത്തേക്കും തിരിഞ്ഞു വരാൻ. ഇന്ന് നമുക്ക് ആർക്കെങ്കിലും ദൈവം വേണോ? 90% വേണ്ട. കാരണം എന്നാ, നമ്മൾ തന്നെ ദൈവമാണ്. ആണോ? നമ്മൾ ദൈവമാണോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദൈവമായിട്ടുള്ളവരുണ്ടോ? ഉണ്ടോ? ആരുമില്ലേ? ആരുമില്ലേ? ദൈവമുള്ളവരുണ്ടോ? ആണും പെണ്ണും ഒന്നുമില്ല. നിങ്ങൾ താമസിക്കുന്ന വീടിന് എത്ര രൂപയാണ്? ഒരു ഏകദേശം എസ്റ്റിമേറ്റ് 50 ലക്ഷം കുട്ടിക്കോ? ആണോ? ഇല്ല. 50 ലക്ഷം വീടുള്ളവരുണ്ടല്ലോ ഇവിടെ, അല്ലേ? ഉണ്ട്. ഒരു കാറിനോ? 20 ലക്ഷം രൂപ. 70 വസ്തുവിനോ? 15 സെൻറ്റ് സ്ഥലത്തിന് 15 ലക്ഷം രൂപ. 85 ആയോ? പിന്നെ സ്വർണവും എല്ലാം കൂടെ എടുക്കുമ്പോൾ ഒരു പവൻ ഇപ്പോൾ 1 ലക്ഷം വെച്ച് 10 പവൻ ഉണ്ടെങ്കിലോ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? കോടിയായി. 1 കോടിയുള്ളവനെ വിളിക്കുന്ന പേരെന്നാ? ഇപ്പം തന്നെ സത്യമായില്ലേ? ഇപ്പം ആരാ ഈശ്വരൻ? ആരാ ഈശ്വരൻ? ഞാനാ. ഞാൻ ഈശ്വരനായിരിക്കും, എനിക്ക് വേറൊരു ഈശ്വരനെ വേണോ? ഇത് തന്നെ ആദ്യത്തെ വല്യമ്മയോട് ചോദിച്ചത് തന്നെയാണ്, അല്ലേ? ആദ്യത്തെ വല്യമ്മയോട് ചോദിച്ചത് തന്നെയാണ്. അതായത് ഈ ഫലം തിന്നാൽ മരിക്കുമെന്നല്ലേ ആ വല്യപ്പൻ പറഞ്ഞത്? ഉറപ്പ് തരാം, ഗ്യാരണ്ടി തരാം, നീ മരിക്കത്തില്ല, നീ മരിക്കത്തില്ല. പിന്നെ എന്തൊക്കെ ഉണ്ടാകും? നന്മയും തിന്മയും നീ തിരിച്ചറിയും. മനസ്സിലായി? പിന്നെ 3 എന്താ പറഞ്ഞത്? നിന്റെ കണ്ണ് തുറക്കും. 4 എന്താ പറഞ്ഞത്? നീ ദൈവത്തെ പോലെ ആയിത്തീരും. ഇത് ആരുടെ ആഗ്രഹമായിരുന്നു? ആരുടെ ആഗ്രഹമായിരുന്നു? ആരുടെയാ? ലൂസിഫർ. അതാണ് അവൻ്റെ പേര്. സ്വർഗത്തിലെ 3 പ്രധാനപ്പെട്ട മാലാഖമാരാണ് ലൂസിഫർ, പിന്നെ അടുത്ത ആരാ? ഗബ്രിയേൽ, മീഖായേൽ. മീഖായേലിൻ്റെ ജോലി എന്നാ? ഒരു ദാക്ഷിണ്യമല്ല, വെട്ടി താഴെയിടും. യുദ്ധത്തിൻ്റെ ആളാണ് മീഖായേൽ. ഗബ്രിയേലിൻ്റെ ജോലി എന്താ? ദൂത് കൊടുക്കാൻ പോകുന്നവനാണ്. ലൂസിഫറിൻ്റെ ജോലി എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? പാട്ടിൻ്റെ ജോലി. അതുകൊണ്ടാണ് ഈ പള്ളിയിലെ മുഴുവൻ കൊയറുകളും അടി നടക്കുന്നത്. നിങ്ങളൊന്ന് പഠിച്ചു, ഏതെങ്കിലും പള്ളിയിൽ കൊയറിൽ സ്വസ്ഥതയുള്ളതുണ്ടോ? ഉണ്ടോ? അതിൻ്റെ എല്ലാം കീബോർഡിൽ ഇരിക്കുന്ന പുള്ളി ആരാന്നറിയാമോ? ആരാന്നറിയാമോ? ഈ പുള്ളിയാ. ആരാ? ഓ, നിങ്ങളൊന്നും മിണ്ടുന്നത്. ഇവനാണ് അവിടെ ഇരിക്കുന്നത്. ഇവൻ സ്വർഗത്തിലെ പാട്ടുകാരനായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാർ പാടുന്നതിൻ്റെ കൊയർ മാസ്റ്റർ ആയിരുന്നു. ആര്? ഈ ലൂസിഫർ. അങ്ങനെ ഇയാൾ പാടി 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 കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, ഈ വയസ്സിനെ മാത്രം ഇതിനെ പാടി കേൾപ്പിക്കേണ്ട അയ്യന്ന, ഇങ്ങനെ ഇരിക്കുന്ന കസേരയിൽ എനിക്ക് കയറി ഇരുന്നാലെന്താ? അങ്ങനെ ചാടി കയറി അവിടെ ഇരിക്കാൻ ചെന്നപ്പോൾ ഈ മീഖായേലിൻ്റെ കൂടെയുള്ള പട്ടാളക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് അവനെ വെട്ടി താഴെയിട്ടു. അരുണോദയ പുത്രാനായ ശുക്ര, നീ വെട്ടയേറ്റ് ഭൂമിയിൽ വീണത് എങ്ങനെ? അല്ലേ? സ്വർഗത്തോളം ഇരുന്നവനെ നീ എങ്ങനെ ഭൂമിയിൽ വന്നു? അന്നവൻ താഴെ വീണു. അവൻ്റെ മനസ്സിൽ എന്തുവായിരുന്നു? സ്വപ്നം ആരാകാനായിട്ടായിരുന്നു? ദൈവമാകാൻ. അതാണ് അവൻ ആദമിനോടും ഹവ്വയോടും പറയുന്നത്, നിങ്ങൾ ഈ പഴം തിന്നാൽ ആരാകും? ദൈവമാകും. അവൻ കൊടുത്ത ഏതെങ്കിലും ഓഫർ അവിടെ നടന്നോ? ഒന്നും നടന്നില്ല. ഇപ്പോൾ ഓർത്തോണേ, ഈ പുള്ളിയുടെ ഓഫറുകളൊക്കെ പലതും ഇങ്ങനെയാണ്. മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞത്, ദുഷ്ടരെ ന്യായം വിധിപ്പാൻ വരുന്ന മാത്രമല്ല, ഭൂമിയിൽ സമാധാനം. ഈ ലൂസിഫറിൻ്റെ കയ്യിലാടുന്ന ഭൂമി. പാട്ട് പാടുന്ന സംഘടന മൊത്തം അവൻ്റെ കയ്യിലാണ്, അല്ലേ? എവിടെ പാട്ട് പാടുന്ന 2 ആഴ്ച പാടിക്കഴിഞ്ഞ് 3 ആഴ്ചയിൽ അടിയാ, അല്ലേ? ഞാൻ ഒരു 10-30 പള്ളിയിൽ ഇരുന്നിട്ടുള്ളതാണ്.
അടിയില്ലാത്തൊരു പള്ളി ഞാൻ കണ്ടിട്ടില്ല കൊയറിൽ. ഇതുപോലൊരു തലവേദന അച്ഛന്മാർക്ക് വേറെ ആവുന്നില്ല. ഇപ്പോഴും ഞാനിത് കണ്ടുപിടിച്ചു. ഈ ഇടയ്ക്കാണ് വേദപുസ്തക വ്യാഖ്യാനം വായിച്ചപ്പോൾ ഇത് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ കാരണക്കാർ കൊയറുകാരല്ല. ഇത് നേതൃത്വം കൊടുക്കുന്ന ആരാന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് താഴെ വീണ ലൂസിഫർ എന്ന് പറയുന്ന പുള്ളിയാണ്. അവൻ നേതൃത്വം കൊടുത്താൽ അടിയുടെ ചന്തയായിരിക്കും അല്ലേ? 2 പേരാണൊക്കെ പോലും അവരെ തമ്മിൽ അടിപ്പിച്ചതാണ് അല്ലേ? ഭർത്താവ് പറഞ്ഞറിയാമോ? ഞാനല്ല തിന്നത്, പിന്നെ ആരാ തിന്നത്? ഓർക്കുന്നുണ്ടോ? നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ, ഭാര്യയെന്ന് പോലും വിളിക്കുന്നില്ല, നാരിയെന്ന് നേരത്തെ വിളിച്ച പുള്ളിയാ. നീ കൂട്ടായി തന്ന സ്ത്രീ എനിക്ക് തന്നു, അന്നേരം പിന്നെ തിന്നോ ചെയ്യാനല്ല, വേറെ കാര്യമൊന്നുമില്ല, ഞാനല്ല കുഴപ്പക്കാരൻ. അടി വീണ് അവിടെ മുതൽ തുടങ്ങിയതാണ് ഈ പുള്ളിയുടെ പണി. അത് ഈ കർത്താവ് വരുന്നവരെയും കാണും, ഈ ലൂസിഫറിൻ്റെ പണി. മുൻപോട്ട് പോകട്ടെ. ഭൂമിയിൽ സമാധാനം വിതയ്ക്കാൻ വരുന്നു. 8 ലാസ്റ്റിൽ 1. അത് സാധാരണഗതി നമ്മൾ ചിന്തിക്കാത്ത, എങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളുക. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെ. ഈ പ്രകൃതിക്കൊരു വിടുതലുണ്ട്. തമ്പുരാൻ്റെ വരവിനായി ഈ പ്രകൃതിയും എങ്ങനെ ഇരിക്കുന്നു എന്നൊരു വാക്ക് പറയാൻ വേണ്ടി, ഈറ്റുനോവോടിരിക്കുന്നു. ഒരു ഗർഭിണിക്ക് ആയിട്ടുള്ളൊരു സ്ത്രീക്ക് മാത്രമേ അതറിയാൻ സാധിക്കൂ. വേറെ ആരെല്ലാം വിവരിച്ചാലും ഊക്കുകയല്ല. ഗർഭം ധരിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത സ്ത്രീക്കറിയാം ഈറ്റുനോവ് എന്താണെന്ന്. ഇവിടെ അതാ പൗലോസ് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും തമ്പുരാനൂടെയുള്ള ഒരു വിടുതലിനായിട്ട് ഈറ്റുനോവോടെ ഇരിക്കുന്നു. ആമേൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു തീർക്കണം. ഇതിനാണ് കർത്താവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാം. ഇപ്പോൾ 12, 15, 10 5 മിനിറ്റ് കൊണ്ട് തീർത്തേക്കാം. 5 മിനിറ്റ് തീർക്കേണ്ടല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് തീർക്കാൻ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9 എന്തുകൊണ്ടെന്നറിയാമോ? നാം രക്ഷിക്കപ്പെടണം. അവൻ്റെ വരവിൽ നമ്മുടെ ഉത്തരവാദിത്വം, വി ഹാവ് ടു ബി സേവ്ഡ്. നമ്മൾ രക്ഷിക്കപ്പെടണം. ഈ ദൂതുകളെല്ലാം ഇവിടെ കേട്ട് പാട്ടും പാടി സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോയാൽ പോരാ, നമ്മളോട് തന്നെ ചോദിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ ചോദിച്ച ചോദ്യം, ഞാനൊരു പള്ളിയിൽ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് കരയുന്ന മനുഷ്യരെ ഞാൻ കണ്ടു. ഞാൻ കുർബാന ചൊല്ലിയ പള്ളിയിൽ ചോദിച്ച ചോദ്യം എന്നറിയാമോ? നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? A.T. തോമസ് അച്ഛൻ ധ്യാനത്തിൽ എഴുതി. ഒരു പള്ളിയിലൊരു കപ്പ്യാരുണ്ടായിരുന്നു. അവൻ കപ്പ്യാരായിരിക്കുമ്പോൾ തന്നെ വേണ്ടാത്ത കുരുത്തക്കേടുകളെല്ലാം അവനുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പള്ളിയിൽ മധുബായി ധൂപക്കുറ്റി വീശുന്നതും അപ്പവും മീഞ്ഞും എടുത്തു കൊടുക്കുന്നതും ഭയഭക്തിയോടെ നിൽക്കുന്നതും കയ്യസൂരി കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ആ പള്ളിയിൽ ഒരു പ്രസംഗകൻ വന്നു. അവൻ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ കപ്പ്യാർ വെള്ളം എടുത്തും കൊടുത്തേച്ച് മുമ്പിലിരിപ്പുണ്ട്. ആ ഉപദേശി ചോദിച്ചു, നീ വാസ്തവമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പേരെടുത്ത് ചോദിച്ചു. നീ ധൂപക്കുറ്റി കത്തിക്കുന്നുണ്ടായിരിക്കാം, നീ അപ്പവും മീഞ്ഞും എടുത്തു കൊടുക്കുന്നുണ്ടായിരിക്കാം, നീ മധുബക തൂത്തു വൃത്തിയാക്കുന്നുണ്ടായിരിക്കാം, അച്ഛന് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം, മെഴുകുതിരി കത്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നീ വാസ്തവമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛൻ എഴുതി വച്ചിരിക്കുന്നു. ആ കപ്പ്യാർ ആ പള്ളിയിലിരുന്ന് കരയുകയാണ്. പത്രോസിനും അത് തന്നെ സംഭവിച്ചത്. 3-ാമത്തെ പ്രാവശ്യം ചോദിക്കുന്നു, നീ വാസ്തവമായിട്ട് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്തിയാണ്? പൊട്ടിക്കരഞ്ഞു. ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷിതാവാണെന്ന് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിച്ച് അതനുസരിച്ചൊരു ജീവിതക്രമത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടോ? അതോ ഇതെല്ലാം ഒരു വഴിക പരുവത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണോ? മുൻപോട്ട് ധാരാളം ഭാഗങ്ങളുണ്ട്. അവിടെ കാണുന്നത് സകലരുടെയും മാനസാന്തരമാണ്. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഈ വരവിങ്കൽ സകലരുടെയും മാനസാന്തരമാണ്. വീട്ടിൽ പോയി വായിച്ചോളുക. വെളിപാട് പുസ്തകം 2:21, എബ്രായ ലേഖനം 10:37, 1 തിമോഥെയോസ് 2:4, ലൂക്കോസ് 18:7, 1 പത്രോസ് 3:19. ഇത് മൊത്തം അത് തന്നെയാണ്. സകലരുടെയും മാനസാന്തരം. ഒന്നുകൂടെ പറയാം. വെളിപാട് 2:21, എബ്രായർ 10:37, 1 തിമോഥെയോസ് 2:4, ലൂക്കോസ് 18:7, 1 പത്രോസ് 3:19. 2 എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ആരെങ്കിലും ഒരാൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യം എന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ മരണവീട്ടിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്. ഉറപ്പുള്ളവർ, നിർത്തി വായിച്ച സഹോദരി, നിങ്ങൾ ഉറപ്പുള്ളവരും എന്തെല്ലാം ആരെല്ലാം കിടന്ന് തലകുത്തി മറിഞ്ഞാലും കുലുങ്ങാത്തവരും
നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും, അതിനകത്ത് ഗ്യാപ്പൊന്നുമില്ല, എല്ലാ നാളും എപ്പോഴും വേലയിൽ വർദ്ധിച്ചു വരണം. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. അതിന് തുടർ വായനയ്ക്കായിട്ട് യാക്കോബ് 1:27, മത്തായി 24:45, 46, 2 പത്രോസ് 3:14. 2 കൊച്ചു കാര്യങ്ങളുടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 2 കൊച്ചു കാര്യങ്ങൾ കൂടെ. 2 പത്രോസ് 3:11-12. വിശുദ്ധവും ഭക്തിയുമുള്ള ജീവിതം, വിശ്വസ്തത ആചരിക്കുക. മുൻപേ ഞാൻ പറഞ്ഞു, വിശുദ്ധവും ഭക്തിയുമുള്ള ഒരു ജീവിതം. 2 പത്രോസ് 3:11-12. 2 പത്രോസ് 3:17 വരവിനായി കാക്കുക. 2 പത്രോസ് 1:10 വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. 3-ാമത്തെ കാര്യം വിശ്വസ്തരായിരിക്കുക. നമ്മൾ എന്തിനീ കള്ളം കാണിക്കുന്നേ? അവിശ്വസ്തത എന്തിനു വേണ്ടിയാ? അവിശ്വസ്തയുടെ ഫലമല്ലേ തമ്പുരാൻ വന്നപ്പോൾ തലേ ദിവസം 2 കൈയിലും തൂങ്ങി നടന്ന ആദമും ഹവയും മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചത്, നഗ്നരാണെന്നറിഞ്ഞത്. ആദ്യം കർത്താവ് ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം, തിന്നരുതെന്ന് പറഞ്ഞ ഫലം നിങ്ങൾ തിന്നോ? അവിശ്വസ്തത, അനുസരണക്കേട്. എന്തിന്? എന്ത് നേട്ടത്തിന്? കോടീശ്വരന്മാർ വെടിയുണ്ട തലയിലേക്ക് പായിച്ച് മരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 5ഉം 10ഉം തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് സമ്പാദിച്ചിട്ടവരെ ആത്മഹത്യ ചെയ്യുന്നൊരു ലോകമാണ്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഞാൻ വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. 4-ാമത് ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. എന്നറിയാമോ? ഈ പ്രതീക്ഷയിൽ ജീവിക്കുക. എ ലൈഫ് ഓഫ് എക്സ്പെക്റ്റേഷൻ. 2 പത്രോസ് 3:13. പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുക. വെളിപാട് 22:20. ഒന്ന് വായിക്കാം ആരെങ്കിലും? 22:20. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. അടിവരയിട്ടോണോ അതിനകത്ത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദോസ്തല. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആൻഡ് എക്സ്പെക്റ്റിംഗ് ലൈഫ് ഓഫ് ഹിസ് അവൻ്റെ പ്രത്യക്ഷത, മാനിഫെസ്റ്റേഷൻ. ആൻഡ് എക്സ്പെക്റ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ നീ ജീവിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴുമെല്ലാം നിന്റെ മനസ്സിൽ ഇവൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ചിലപ്പോൾ ചിലർക്ക് നിരാശ കാണുമായിരിക്കാം ഈ ധ്യാനത്തിങ്കൽ. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചു വന്നതല്ല ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ പ്രതീക്ഷിച്ചു വന്നതല്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായൊരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഉണർവിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണങ്ങളിലും വിശ്വാസ അധിഷ്ഠിതമായൊരു ഉണർവല്ലാതെ മറ്റൊന്നും നടക്കുകയില്ല, മറ്റൊന്നും നിലനിൽക്കുകയില്ല. ആ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാര. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു, കൈയടിച്ച് പാടി, നിൽക്കാ, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. കണ്ണുനീർ താഴ്വരയിലല്ലയോ, ആമേൻ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ, ഒരുങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ,
ഒരുങ്ങിടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാ പ്രിയൻ വരുവതിൻ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട തോമസ് സക്കറിയാച്ചൻ, ഒരു 3 ദശകത്തിലധികമായി ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. അച്ഛൻ്റെ മക്കളൊക്കെ എൻ്റെ മക്കളുമായിട്ടൊക്കെ വലിയ കമ്പനിയും സ്നേഹിതരുമൊക്കെയാണ്. അച്ഛൻ്റെ ശുശ്രൂഷ നടന്ന സ്ഥലങ്ങളിലെല്ലാം അച്ഛൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആ പള്ളികളിലൊക്കെ പോയി തിരുവചനം അച്ഛനോട് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവം ധാരാളം അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഈ തരംഗം മിഷൻ ആക്ഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറായും ഭദ്രാസന സെക്രട്ടറിയുമായിട്ടൊക്കെ അച്ഛന് ഈ ഒരു അവസരം ലഭിച്ചത് ഒരു വലിയ ദൈവ നിയോഗമായി ഞാൻ കാണുകയാണ്. ഒരുപാട് കഴിവുകളുടെ ഒരു നിറകുടമാണ് ബഹുമാനപ്പെട്ട തോമസ് സക്കറിയാച്ചൻ. പട്ടക്കാരനാകുന്നതിന് മുൻപ് മുതൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമാണ്. പട്ടക്കാരനാകുന്നതിന് മുൻപ് മുതൽ VBS എടുക്കാനും മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അച്ഛൻ്റെ എല്ലാ നല്ല വാക്കുകൾക്കും സ്വാഗത വാക്കുകൾക്കും നന്ദി. അച്ഛനുമായിട്ട് ചേർന്നൊരു നല്ല കൂട്ടായ്മ ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. തോമസ് മാത്യു അച്ഛൻ എൻ്റെ ഒരു ദീർഘകാല സ്നേഹിതനാണ്. കോഴഞ്ചേരി ഇടവകാംഗം. അച്ഛൻ നരസാപുരത്തുള്ള കാലം മുതൽ തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയവും സ്നേഹവുമാണ്. അച്ഛനും ഇവിടെ പാലിയേറ്റീവ് കെയറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഈ കൊടും ചൂടിലും എത്ര ആളുകൾ ഇവിടെ വന്നിരുന്ന് ഈ തിരുവചനം ശ്രദ്ധിപ്പാനിടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഏതെങ്കിലും ഒരു വാചകമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മുറിപ്പെടുത്തിയെങ്കിൽ എൻ്റെ ശുശ്രൂഷ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ നന്മയായി തീർന്നു. ഒരു വാചകമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മുറിപ്പെടുത്തിയെങ്കിൽ ഞാൻ ഇതല്ലായിരുന്നു ആകേണ്ടിയിരുന്നു, ഇങ്ങനെയല്ലായിരുന്നു. ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കൊരു മാറ്റം വേണമായിരുന്നു. അത് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടക്കയിൽ കിടക്കുന്നതിന് മുൻപ് താഴെ ഒന്ന് മുട്ടുകുത്തി അനുവദിക്കുമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് 2 തുള്ളി കണ്ണുനീർ തമ്പുരാൻ്റെ മുമ്പിൽ ഒഴിച്ചിട്ട് പറയണം, തമ്പുരാനെ ഞാൻ മാറുകയാണ്. ആ കപ്പ്യാര് പറഞ്ഞ പോലെ ഞാൻ മാറുകയാണ്. ഇനി ഇങ്ങനെ പോകാൻ ഒക്കുകയില്ല. ഒരു ന്യായവിധിയുണ്ട്, നിൻ്റെ വരവുണ്ട്. അത് രണ്ടും ഞാൻ പഠിച്ചു, മനസ്സിലാക്കി, ഗ്രഹിച്ചു, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് തിരിച്ചറിഞ്ഞു. ഇനി എനിക്ക് പഴയതുപോലെ ജീവിക്കാനൊക്കത്തില്ല. ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്ന് തീരുമാനിക്കുവാൻ നിങ്ങൾക്കിവിടെയാകട്ടെ. നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. പാടിയ എല്ലാവരോടും, കീബോർഡ് വായിച്ച പൈതലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ സഹായിച്ച സ്നേഹിതനോട് നന്ദി അറിയിക്കുന്നു. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.